ഈ ലോകത്ത് പല രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ റെസിഡൻസ് ആയിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ദുബായ് റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും ഞാനിപ്പോൾ റീസെൻ്റ്ലി ഇന്ത്യയിൽ ഞാനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. ഞാനിവിടെ ഒരു വീട് സ്ഥലവും വാങ്ങിച്ചു. ശരിക്കും എന്തുകൊണ്ട് UAE ഇൻവെസ്റ്റ് ചെയ്യണം? എനിക്ക് ഇന്ത്യയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തുകൂടെ? വൈ UAE എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ലാഭത്തിൻ്റെ കണക്ക് തന്നെയാണ്. കാര്യം നമ്മുടെ നാട്ടിൽ നമ്മൾ നേരത്തെ ROIയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ 5-6% ROI കിട്ടുമ്പോൾ അവിടെ നമുക്കൊരു 9-10% ROI കിട്ടുന്നു. ഇനി ഇത് തന്നെ നമുക്ക് Airbnb പോലുള്ള സംവിധാനങ്ങൾക്ക് ഷോർട്ട് ടൈം റെൻ്റലിന് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 15-20% ROI കിട്ടുന്ന സാഹചര്യങ്ങളുണ്ട്. ലോകത്തിൻ്റെ ഒരു ഹബ്ബായിട്ട് ദുബായ് മാറുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സുജിത്ത് ഒരു 91 രാജ്യങ്ങൾ സന്ദർശിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് സന്ദർശിച്ച ഒരു രാജ്യം എന്ന് പറയുന്നത് ചിലപ്പോൾ UAE ആയിരിക്കും, അല്ലേ? അത് എന്തുകൊണ്ടാണ്? നമ്മളവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് മറ്റ് രാജ്യങ്ങൾ കിട്ടുമ്പോൾ ഉണ്ടാവും. ബിസിനസ് ഫ്രണ്ട്ലി ആണ്, പിന്നെ പല രീതിയിലും ഫ്രണ്ട്ലി ആണ്. പല രീതിയിലല്ല. ഞാൻ ദുബായിൽ പോയിട്ട് ഇതുവരെ ഒരു ടൂറിസ്റ്റായിട്ട് പോയിട്ടില്ല. ഞാൻ പോയത് മുഴുവൻ അവിടെ എനിക്ക് ടൂറിസമായിട്ട് എനിക്ക് കാണാൻ പറ്റില്ല. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് നമ്മളെ ജീവിതത്തെ പ്രചോദിപ്പിക്കുന്ന കുറേ കാഴ്ചകളാണ്. വെറും മരുഭൂമിയെ ഇന്ന് കാണുന്ന ദുബായി ആക്കി മാറ്റാമെങ്കിൽ സീറോയിൽ നിന്ന് നമുക്കും ഗ്രോ ചെയ്യാന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു പൊട്ടൻഷ്യലാണ്, അല്ലെങ്കിൽ വല്ലാത്തൊരു മോട്ടിവേഷനാണ് ആ ഒരു സ്ഥലം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ സേഫ്റ്റിയുടെ കാര്യം, ഇന്ന് എല്ലാവരും നോക്കുന്നത് സേഫ്റ്റിയാണ്. അപ്പോൾ ആ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഇപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസം ഞാൻ 18-ാം തീയതിയാണ് ഞാൻ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്തത്. ട്രാവൽ ചെയ്ത സമയത്ത് രാത്രി നല്ല മഴയാണ്. അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒന്നും തന്നെ ഇല്ല, മെട്രോ ഇല്ല, ടാക്സികളെല്ലാം ഷട്ട് ഡൗൺ ചെയ്തു. യൂബർ നോക്കി, കരിയും നോക്കി, ഒരു സാധനവും അവിടെ ഇല്ല. അപ്പോൾ എനിക്ക് രാവിലെ 5 മണിക്ക് എയർപോർട്ടിലേക്ക് കയറണം, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ലാസ്റ്റ് ഞാൻ അവിടെ പോലീസിൻ്റെ ഹെൽപ്പ് ലൈനിലേക്ക് വിളിച്ചു. പോലീസുകാർ തന്നെ നമുക്ക് എയർപോർട്ടിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നു. വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് ഇതെല്ലാം നടക്കുന്നു. അപ്പോൾ അത്രയും ഒരു ഫെസിലിറ്റി, നമ്മുടെ പബ്ലിക്കിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പോലീസ് സംവിധാനം, ഒരു ഗവൺമെൻറ് സംവിധാനം, അത് UAE അല്ലാതെ നമുക്ക് വേറെ ഇത് പറയാൻ പറ്റും. ഞാൻ ഒരു 3-4 ഫ്രണ്ട്സ് ഞങ്ങൾ ചേർന്ന് ഞങ്ങൾക്കൊരു എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് അവിടെ സ്വന്തമായിട്ടൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് 5 പേര് ചേർന്ന് ഞങ്ങൾക്ക് അവിടെ വീട്, നമ്മളിവിടെ നാട്ടിൽ സ്ഥലം വാങ്ങിച്ച് വീട് വെക്കുന്ന പോലെ എനിക്ക് ഒരു കുറച്ച് സ്ഥലം വാങ്ങിച്ച് ഞങ്ങൾക്ക് 5 പേർക്ക് ചേർന്ന് അവിടെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ? ഇത് തീർച്ചയായിട്ടും പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും. അതുപോലെ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ അവിടെയും ഞാൻ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആംഗിളിൽ നോക്കുമ്പോൾ നമ്മളെപ്പോഴും ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് അവനെപ്പോഴും ബ്രാൻഡിങ് കൂടി നോക്കും. അവിടെ സുജിത് ഭക്തൻ തുടങ്ങുന്ന ആ ഒരു കമ്പനിക്ക് എന്തായാലും ഒരു കമ്പനി തുടങ്ങാതെ ഇത്തരത്തിലുള്ള കമ്പനിയല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു 4-5 ഫ്രണ്ട്സ് ചേർന്ന് പറയാം, നമുക്ക് അടുത്തടുത്ത് ചേർന്ന് ഒരു ഏക്കർ സ്ഥലം വാങ്ങിച്ച് നമുക്ക് ഡിവൈഡ് ചെയ്ത് നമ്മുടെ തീർച്ചയായിട്ടും അത് പോസിബിൾ ആണ്. പക്ഷെ ഒരു ബിസിനസ് ആംഗിളിൽ അത് അത്ര വലിയ പോസിബിൾ ആവാനായിട്ടുള്ള ചാൻസസ് ഞാൻ കാണുന്നില്ല. എൻഡ് യൂസർ തീർച്ചയായിട്ടും അവിടെ ഏക്കർ കണക്കിന് 1 ഏക്കറോ 2 ഏക്കറോ ലാൻഡ് വാങ്ങിക്കാൻ കിട്ടും, ഫ്രീ ഹോൾഡ് ലാൻഡ് മേടിക്കാൻ കിട്ടും. അവിടെ നമുക്ക് സുഖമായിട്ട് വില്ല പണിയാനൊക്കെ പറ്റും. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ റീസെൻ്റ്ലി പരിചയപ്പെട്ട ഒരു മലയാളിയാണ്, ഒരു ലേഡിയാണ്, ഇച്ചിരി ഏജ്ഡാണ്. അവരതുപോലെ അവിടെ സ്ഥലം വാങ്ങിച്ച് നല്ല അസലൊരു കേരള സ്റ്റൈൽ വീട് പണിത് താമസിക്കുന്നുണ്ട് UAE. അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്.